ഒരു കാലത്ത് ആന കേരളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ ആയിരുന്ന കൊമ്പൻ ബാസ്റ്റിൻ വിനയചന്ദ്രൻ. ഇവൻ നമ്മളെ വിട്ടുപിരിഞ്ഞിട്ട് ഏകദേശം 11 വർഷം കഴിഞ്ഞിരിക്കുന്നു. ആനയും ആനക്കഥകളും നമുക്കെന്നും വിസ്മയം തീർക്കുന്ന ഒന്നാണ്. അത് എത്ര കേട്ടാലും പറഞ്ഞാലും തീരാത്ത കഥകൾ. ഓരോ നാട്ടാനയെക്കുറിച്ചും നമുക്ക് കുറേ കഥകൾ പറയാനുണ്ടാകും. ആനക്കമ്പക്കാരും ഉടമകളും പാപ്പാന്മാരും ചേർന്ന് ആനയുടെ സ്റ്റാർ വാല്യൂ പോലെ തന്നെ കഥകൾക്കും പ്രാധാന്യം നൽകുന്നുണ്ട്. തുമ്പിക്കൈയും നെറ്റിപ്പട്ടവും കെട്ടി മസ്തകവും ഉയർത്തി ചെവിയാട്ടി നിൽക്കുന്ന കൊമ്പന്മാരില്ലാത്ത ഒരു ഉത്സവവും മലയാളിക്ക് ചിന്തിക്കാൻ തന്നെ പ്രയാസം. ആ കൊമ്പന്മാരുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്ന ജനാവലി. ആനക്കൊമ്പം ഒരാൾക്ക്, അതെ, ആനപ്രേമികളും ആരാധകരും ഇങ്ങനെ പറയാൻ കാരണം ഒരു സിനിമാ കഥയിലെ നായകൻ വർഷങ്ങൾക്ക് മുമ്പ് നിരവധി ആരാധകരെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ളതാണ്. അടിവേരുകൾ എന്ന മലയാളം സിനിമയിൽ മോഹൻലാൽ വിളിക്കുന്ന വിളി ഇപ്പോഴും മനസ്സിൽ നിൽക്കുന്നു. എടാ വിനയ എന്ന് വിളിക്കുന്നത് പോലെ തിടമ്പ് മാറ്റി എഴുന്നള്ളിച്ചപ്പോൾ വിനയൻ ഇടഞ്ഞ് പ്രശ്നമുണ്ടാക്കിയപ്പോൾ മോഹൻലാൽ പറഞ്ഞ ഡയലോഗ്. ക്ഷേത്രത്തിലെ തിരുമേനിയോട് പറയുന്നത്, ചില കാര്യങ്ങളിൽ മനുഷ്യനേക്കാൾ കൂടുതൽ ബുദ്ധി ആനയ്ക്കാണുള്ളത്. വിളിച്ചു വരുത്തി അപമാനിച്ചാൽ സഹിക്കില്ല, സത്യമല്ലേ? മനുഷ്യനായാലും ആനയായാലും വിളിച്ചു വരുത്തി അപമാനിക്കൽ ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതല്ല. ആന കേരളത്തിലെ പൂരപ്പറമ്പുകളിലെ നായകൻ എന്ന പോലെ അടിവേരുകൾ എന്ന മലയാള സിനിമയിലെ അഭിനയ മികവിനാൽ തൻ്റേതായ തനതു ശൈലി കൊണ്ട് ആരാധക ഹൃദയങ്ങളുടെ മനസ്സു കവർന്ന ഗജരാജൻ അവനാണ്, ബാസ്റ്റിൻ വിനയചന്ദ്രൻ. ഒരുപക്ഷെ ഇങ്ങനെ ഒരു കഥാപാത്രത്തെ സൃഷ്ടിച്ചത് മോഹൻലാലിൻ്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടി ആണോ എന്ന് പോലും ചിന്തിച്ചു പോകും. ഇവൻ ആനകളിലെ 6ാം തമ്പുരാൻ. മുന്നിൽ കൂടുതൽ സിനിമകളിലും നിരവധി പരസ്യചിത്രങ്ങളിലും പങ്കെടുത്തിട്ടുള്ള ബാസ്റ്റിൻ വിനയചന്ദ്രൻ നമ്മളിൽ നിന്നും അകന്നു വേറൊരു ലോകത്തേക്ക് യാത്രയായിരിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ്. 22 മെയ് 2014 പെരുമ്പിളശ്ശേരി ആൻ്റണിയുടെ തടിമിന്നിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. 1986 പരപ്പൂർ അന്തോണി എന്ന മുതലാളിയുടെ പക്കൽ നിന്നും വാങ്ങിയ ആനയാണ് ഇവൻ. ഈ ആനയെ വാങ്ങുന്നത് അടിവേരുകൾ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്ന കാലത്താണ് കച്ചവടം നടന്നത്. ഷൂട്ടിംഗ് പകുതിയായ സമയത്താണ് ആൻ്റണി വാങ്ങിയത്. ആൻ്റോ ഇവനെ കാണുമ്പോൾ ഏകദേശം 14 വയസ്സ് പ്രായം. മൈസൂർ കാടുകളിൽ നിന്നും കേരളത്തിൻ്റെ പച്ചപ്പരപ്പിൻ നടയമരങ്ങൾ ഉറപ്പിച്ചവൻ. അന്ന് തെന്മല, കുളത്തുപുഴ, ഷൊർണൂർ എന്നീ ലൊക്കേഷനിലാണ് ഷൂട്ടിംഗ് നടന്നിരുന്നത്. മോഹൻലാലിൻ്റെ കൂടെ സിനിമ തുടങ്ങി അവസാനിക്കുന്നത് വരെ വിനയനും കൂടെയുണ്ടായിരുന്നു, നായകനും ഉപനായകനുമായി. ഷൂട്ടിംഗ് സമയത്ത് മോഹൻലാൽ തന്നെയാണ് വിനയചന്ദ്രന് ഭക്ഷണം നൽകിയിരുന്നത്, ഉടമ ആൻ്റണി പറഞ്ഞിട്ടുണ്ട്. ഏകദേശം 30 വർഷത്തിൽ കൂടുതൽ തൃശ്ശൂർ ജില്ലയിലെ പെരുമ്പിള്ളിശ്ശേരി ബാസ്റ്റിൻ ടിമ്പേഴ്സിലുണ്ടായിരുന്ന ഒരു ആനയായിരുന്നു വിനയചന്ദ്രൻ. നീണ്ട 30 വർഷം യാതൊരു തരത്തിലുള്ള വഴക്കോ പിണക്കമോ മറ്റു പ്രശ്നങ്ങളോ ഇല്ലാത്ത ഒരാന ഈ തറവാട്ടിൽ ഉണ്ടായിരുന്നു എന്ന് കേൾക്കുമ്പോൾ അതിശയം തോന്നും. കാരണം ഇത്രയും വർഷം പോയിട്ട് 3 മണിക്കൂർ സൗഹൃദമായി കഴിയാൻ പറ്റാത്ത ലോകത്ത് ഇങ്ങനെയൊരു ബന്ധം ലോകത്ത് തന്നെ ഒരു അപൂർവത ആയിരുന്നിരിക്കാം. ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് വിനയൻ തിരിച്ചു പോയത് ഒരു പുതിയ തറവാട്ടിലേക്കായിരുന്നു. ആനകളെ സംബന്ധിച്ചിടത്തോളം ഓരോ കൂടുമാറ്റവും വേദനിപ്പിക്കുന്ന ഓർമ്മകളാണ്. അതിൽ ഒന്നാണ് കെട്ടിയഴിക്കൽ, പുതിയ പാപ്പാനെ അനുസരിക്കുന്നതിന് വേണ്ടി. എന്നാൽ വിനയൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. കാര്യങ്ങൾ എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് പോയിരുന്നത്. അതുപോലെ അക്കാലത്ത് ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ പരിപാടികൾ എടുക്കുന്ന ഒരു ആന കൂടിയായിരുന്നു വിനയചന്ദ്രൻ. അക്കാലങ്ങളിൽ തൃശ്ശൂർ, പാലക്കാട് ജില്ലകളിലെ ഏത് എഴുന്നള്ളിപ്പിലും കൂട്ടാനകളിൽ തിരഞ്ഞാൽ വിനയചന്ദ്രനെ കാണാൻ കഴിയുന്ന ഒരു ഉത്സവകാലം കഴിഞ്ഞ പതിറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ലൊരു തടിപ്പണിക്കാരനായിരുന്ന വിനയൻ അടിവേരുകൾ എന്ന ചിത്രത്തിൽ ഒരു നല്ല പണിയാനയായി വെള്ളിത്തിരയിലും തിളങ്ങാനായി.